ഇയാൾ ഇനി ഇവിടെ പൂജ ചെയ്യണ്ട, നടയടച്ച് ശുദ്ധികലശത്തിനുള്ള ഏർപ്പാട് ചെയ്യണം. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇയാൾ എന്താ ചെയ്ത്? തിരുമേനി ഒരു ക്രിസ്ത്യാനി പെണ്ണെ കല്യാണം കഴിച്ചു, അതുകൊണ്ട് അയാൾ ഈ അമ്പലത്തിൽ കയറേണ്ടതാ പ്രസിഡന്റ് പറയണേ. എന്ന് മാത്രമോ, ഇത്രയും കാലം ആരും അറിയാതെ കല്യാണക്കാരി ഒളിച്ചു വെച്ചു. സത്യമല്ലേ? പറയണോ? സത്യമാണ്. പക്ഷെ ഞാൻ ഒരിക്കലും എന്റെ കർമ്മങ്ങൾ മുടക്കിയിട്ടില്ല. ദിവസവും ഗായത്രി മന്ത്രം ജപിക്കുന്ന ഒരു ശുദ്ധ ബ്രാഹ്മണനാണ് ഞാനിപ്പോഴും. ഒരു പൂണുനൂലെടുത്ത് ശരീരത്തിൽ കുറുകയിട്ടത് കൊണ്ട് മാത്രം ബ്രാഹ്മണനാവില്ല. മനസ്സിൽ അസത്യം ഒളിച്ചു വെച്ചിട്ട് ഇത്രയും കാലം പൂജ ചെയ്യുന്ന ആള് എങ്ങനെ ബ്രാഹ്മണനാവും? മാത്രമല്ല, പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാള് ശുദ്ധവും വൃത്തിയുള്ളവനായിരിക്കണം. ഒരു അന്യമതക്കാരെ വിവാഹം ചെയ്തിട്ട് ഇവിടെ ഒന്ന് പൂജ ചെയ്യാന്ന് വെച്ചാൽ അമ്പലത്തിന്റെ പവിത്രത നശിച്ചുപോയില്ലേ? അങ്ങനെയാണെങ്കിൽ വർഷങ്ങളായി ഒരു നസ്രാണിയുടെ കൂടെ ഉണ്ണുകയും ഉറങ്ങുകയും ചെയ്യുന്ന അമ്പല കമ്മിറ്റി പ്രസിഡന്റ് കയറിയാലും ഈ അമ്പലത്തിന്റെ പവിത്രത നശിക്കണമല്ലോ. പ്രസിഡന്റ് ഈ കാലഘട്ടത്തിലല്ലേ ജീവിക്കുന്നത്? എല്ലാ മതങ്ങളെ ഒരുപോലെ കാണണം. മതങ്ങളോടോ ഓരോ മതങ്ങളുടെ ആചാരങ്ങളോടോ എനിക്കൊരു എതിർപ്പില്ല. അന്യമതസ്ഥരുടെ വികാരങ്ങളെ മാനിക്കുന്നവരുമാണ് ഞാൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാ ഇത്ര ക്ഷോഭിക്കുന്നത്? ഇത് പഴയ കാലമൊന്നുമല്ല. പങ്കജവല്ലി കുഞ്ഞമ്മ പറയുന്നതിലും ന്യായമുണ്ട്. പൂജാരി ഒരു മനുഷ്യനല്ലേ? അപ്പോ മിശ്രവിവാഹ സംഘത്തിന്റെ പ്രസിഡന്റായ പങ്കജവല്ലി സ്വന്തം മകനെ കൊണ്ട് ഒരു അന്യമതക്കാരിയെ കല്യാണം കഴിപ്പിക്കോ? അവൻ ഇഷ്ടമാണെങ്കിൽ ഞാനത് ചെയ്തിരിക്കും. ഞാൻ ഒരു അഭിപ്രായം പറയാം. അത് പിന്നെ അമ്മാവാ, എന്റെ വിവാഹക്കാരല്ല ഇവിടുത്തെ പ്രശ്നം. പൂജാരിയെ തിരിച്ചെടുക്കണം, പൂജ ചെയ്യിക്കണം. ഞാൻ അമ്പല കമ്മിറ്റി പ്രസിഡന്റ് ആയിരിക്കുന്നിടത്തോളം കാലം ഇയാളെ തിരിച്ചെടുക്കുന്ന പ്രശ്നമില്ല. അങ്ങനെ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാനേ നിങ്ങളുടെ കുടുംബസ്വത്തൊന്നും അല്ലല്ലോ ഈ അമ്പലം. കമ്മിറ്റി മെമ്പർമാർ തീരുമാനിക്കട്ടെ, ഇല്ലെങ്കിൽ നാട്ടുകാർ തീരുമാനിക്കട്ടെ. ഇയാളെ തന്നെ വെച്ചുകൊണ്ടിരിക്കാനാണ് നിങ്ങൾ തീരുമാനമെങ്കിൽ ഞാൻ ഇവിടെ തുടരുന്നതിൽ അർത്ഥമില്ല. അമ്പല കമ്മിറ്റി പ്രസിഡന്റ് സ്ഥാനം ഞാൻ രാജിവെക്കുന്നു. ഈ അമ്പല കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പങ്കജവല്ലി കുഞ്ഞമ്മയുടെ പേര് ഞാൻ ശക്തമായി നിർദ്ദേശിക്കുന്നു. ഇതൊരു തുടക്കമേ ആയുള്ളൂ. അമ്പല കമ്മിറ്റി പ്രസിഡന്റ് സ്ഥാനം അനന്തകൃഷ്ണന്റെ കയ്യിൽ നിന്നും തട്ടിയെടുത്തത് കൊണ്ട് മാത്രമായില്ല. എല്ലാ രീതിയിലും അയാൾ എന്റെ മുൻപിൽ അടിയറവ് പറയണം. അവസാനം നാണം കെട്ട് അങ്ങേരി പഞ്ചായത്തിൽ നിന്ന് തന്നെ സ്ഥലം വിടണം. എനിക്ക് ചെറിയൊരു ആഗ്രഹം കൂടിയുണ്ട് കൊച്ചമ്മ. കൊച്ചമ്മ ഇന്ത്യയുടെ തന്നെ പ്രധാനമന്ത്രി ആവണം. പിന്നെ പാകിസ്ഥാനും ചൈനയൊന്നും ഇന്ത്യ ആക്രമിക്കാൻ പറ്റില്ലല്ലോ. കൊച്ചമ്മയെ കണ്ടാൽ തന്നെ പേടിച്ചോടൂല്ലേ? അത്രയ്ക്ക് പേഴ്സണാലിറ്റി അല്ലേ? ആ, നീ ചെല്ലേ. ആ അമ്മേ, അമ്മാവനെ ഒതുക്കിക്കൊണ്ട് മാത്രം ഒരു കാര്യമില്ല. ആ കള്ള ജോസഫിനെ കൂടെ ഒന്ന് സ്റ്റാൻഡ് പിടിക്കണം. ഇപ്പൊ ഹിന്ദു നസ്രാണിയും കൂടെ സയാമി സെറ്റുള്ള പോലെ വയറോട് വയറോട്ട് ഇരിക്കല്ലേ? രണ്ടിനെ രണ്ടാക്കി പിരിക്കണം. എപ്പോഴും ഇങ്ങനെ പറഞ്ഞു നടന്നതുകൊണ്ടായില്ല, അതിനുള്ള വഴിയൂടെ ആലോചിക്കണം. അമ്പല കമ്മിറ്റിയിൽ അന്ന് ഞാൻ ഒരു കളി കളിച്ചത് കൊണ്ടാ ഇന്ന് ഇത്രയെങ്കിലും നടന്നത്. അമ്മ എന്തൊക്കെ വർത്തമാനം അവിടെ പറഞ്ഞത്? എന്നെ കൊണ്ട് മിശ്രമാകാൻ കഴിപ്പിക്കുന്നു. അത് ആ സമയത്ത് അനന്തകൃഷ്ണന്റെ വായടയ്ക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ലേ. അങ്ങേരുടെ മോള് മായയെ നിന്നെ കൊണ്ട് കെട്ടിപ്പിക്കാനാണ് എന്റെ ആഗ്രഹം. അത് നടന്നാൽ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നീങ്ങും. അല്ലമ്മേ, അതിന് ഇവനെ കെട്ടാൻ മായക്ക് സമ്മതമാണെന്ന് അറിയണ്ടേ? സമ്മതിപ്പിക്കണം. ആ, അവിടെയാണ് എവന്റെ കഴിവ്. ഞാൻ എന്ത് ചെയ്യണം അമ്മയെ പറയുന്നത്? നീ തലയും കുത്തി നിൽക്കണം. എടാ, ഒരു പെണ്ണിനെ വളച്ചെടുക്കാനുള്ള വഴിയും ഞാൻ തന്നെ പറഞ്ഞു തരണോ? സൂക്ഷിച്ചില്ലെങ്കിലേ ആ ജോസഫിന്റെ മോൻ മഴയെ കയറി കൊത്തു. അതോടെ നമ്മുടെ പദ്ധതികളെല്ലാം പൊളിയുകയും ചെയ്യും. ഇതിനൊക്കെ അതിന്റേതായ. ഹലോ, അവിടെ വന്നേ. എവിടെ പോയി തെണ്ടിയിട്ട് വരിക? പുറത്തോട്ടിറങ്ങി സ്വല്പ കാറ്റ് കൊള്ളാവെന്ന് വിചാരിച്ചു. ഓ, സുഖ ജീവിതമല്ലേ. ദേഹനങ്ങാതെ 4 നേരവും നല്ല ഭക്ഷണം കഴിക്കുക, ക്യാറ്റ് കൊള്ളുക, കിടന്നുറങ്ങുക. നിങ്ങൾക്ക് പിടിപ്പില്ലാഞ്ഞിട്ടല്ലേ മനുഷ്യ? അല്ലെങ്കിൽ പിന്നെ എന്നേ എവന്റെ മായയുടെയും കല്യാണക്കാരി അനന്തകൃഷ്ണനോട് പറയാമായിരുന്നു. മായ അല്ലല്ലോ തനിക്ക് വേണ്ടത്, അവളുടെ സ്വത്തല്ലേ? അതെ, അത് തന്നെയാണ് വേണ്ടത്. കാശ് തന്നെയാണ് ഈ ലോകത്തിൽ ഏറ്റവും വലുത്. ഈ ഭർത്താവുദ്യോഗം അല്ലാതെ നിങ്ങളുടെ കയ്യിൽ എന്തോ ഉണ്ട് മനുഷ്യ. എരുമെ പോലുള്ള നിന്റെ ഭർത്താവാകുന്നതിലും ഭേദം ആനയെ മേയ്ക്കുന്ന അടി. എന്താ മിടിച്ചു നോക്കുന്നേ? അല്ല, ഈ അരുമയായ നിന്റെ ഭർത്താവാകാൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യമാണെന്ന് ആലോചിക്കായിരുന്നു പങ്കജം. ഊണെടുത്ത് വയ്ക്കട്ടെ. ആയിക്കോട്ടെ, നിങ്ങൾ കഴിച്ചോടാ മക്കളെ. ആ കഴിച്ചു. അച്ഛൻ പാവല്ലേ. മേ കമിൻ സർ. ആ, കൽക്കട്ടയിലെ ഗുപ്ത ആൻഡ് കമ്പനിയുടെ പേയ്മെന്റ് ഇതുവരെ വന്നില്ലേ? ഇല്ല സർ, ഇന്നലെ അവിടെ നിന്ന് വിളിച്ചിരുന്നു. ഉടനെ അയക്കാമെന്നും പറഞ്ഞു. പിന്നെ ഈ ആഴ്ച തന്നെ 3 ലോഡ് കൂടി അയക്കണമെന്നും പറഞ്ഞു. ആ, ആദ്യം കിട്ടേണ്ട കാശ് വരട്ടെ. ആ, പിന്നെ
ഇനി മുതൽ അവർക്ക് ലോഡ് അയക്കണ്ട. ശരി സർ. ശരി. അവര് നല്ല കസ്റ്റമേഴ്സ് ആണ്. ഇതുവരെയുള്ള ഇടപാടുകളൊക്കെ കൃത്യമായിരുന്നു. ബിസിനസ് ആകുമ്പോ കുറച്ച് വിട്ടുവീഴ്ചയൊക്കെ വേണ്ടേ? അവര് പറയുന്ന കൃത്യസമയത്ത് തന്നെയല്ലേ നമ്മൾ ലോഡ് അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറയുന്ന സമയത്ത് കാശും കൃത്യമായിട്ട് തരണം. എന്താടോ പിണങ്ങിയോ? ഏയ് എന്നാ തന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ദോ ബിസിനസ്സിൽ സെന്റിമെന്റ്സ് പാടില്ല. അതേസമയം ഫ്രണ്ട്ഷിപ്പിൽ അതില്ലാതെ പറ്റത്തില്ല. ഓ, രാവിലെ തത്വചിന്തകളുമായിട്ടാണല്ലോ അനന്തകൃഷ്ണസ്വാമികൾ. അപ്പോഴേ ഞാൻ ആലപ്പുഴ വരെ ഒന്ന് പോവാം. എല്ലാത്തിനാ? ഇന്നല്ലേ ആ സെയിൽ ടാക്സിന്റെ കേസ്, താനത് മറന്നു? കർത്താവേ, അത് ശരിയാണല്ലോ. ഇപ്പോഴെങ്കിലും സ്വബോധം വന്നല്ലോ. ഇന്നലെ എത്ര അടിച്ചു? ഇന്നലെ ഒന്നും അടിച്ചില്ല, അതാ പറ്റിയത്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഉണ്ണി എന്താ മറുപടി ഒന്നും പറയാത്തത്? എന്റെ പൊന്നു റോസേ, നീ എപ്പോഴും ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ ടെൻഷൻ എടുപ്പിക്കില്ലേ? മായയുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ട് കാര്യങ്ങൾ സാവധാനം അച്ഛനോട് പറഞ്ഞ് നമുക്ക് സമ്മതിപ്പിക്കാം. അച്ഛൻ സമ്മതിച്ചില്ലെങ്കിലോ? അച്ഛൻ സമ്മതിച്ചില്ലെങ്കിൽ സമ്മതിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. എന്തായാലും അച്ഛനെ ധിക്കരിച്ചുകൊണ്ടുള്ള ഒരു കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല. അത് ധൈര്യമില്ലാത്തോണ്ടൊന്നുമല്ല, വീട്ടുകാരെ വിഷമിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ടാണ്. താനിങ്ങനെ മൂടൗട്ടാകാടോ. ഒക്കെ നടക്കേണ്ട സമയത്ത് നടന്നിരിക്കും. ഹലോ. എപ്പോ? എങ്ങനെ? എവിടെ വെച്ച്? മാനമര്യാദയായിട്ട് പെമ്പിള്ളേരെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല അല്ലടാ. കാറും ജീപ്പും കളസവും ഒക്കെ കാണിച്ച് പെമ്പിള്ളേരെ വശത്താക്കിയിട്ട് അവസാനം മൂട്ടിലെ പൊടിയും തട്ടിയിട്ട് പോവാന്ന് വിചാരിച്ചോ? ഇങ്ങനെ കെട്ടിയിട്ടിട്ട് വിരസം കളിക്കുന്നില്ല ആണത്തം. അഴിച്ചു വിട്ടിട്ട് കുറച്ചുകൂടെ മാന്യമായിട്ട് പെരുമാറും. മാന്യമായിട്ട് തന്നെ പെരുമാറാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട്. ആദ്യം നിന്റെ തന്തയും കൂടെ. അയച്ചു വിടണ മര്യാദക്കാണ്. അഴിച്ചുവിടാതെ. കാര്യങ്ങൾക്ക് ഒരു തീരുമാനമായിട്ട് ഇവരെ ഇവിടെ നിന്ന് വിടുന്നുള്ളൂ. എന്താ നിങ്ങളുടെ പ്രശ്നം? കൂട്ടുകാരന്റെ മോനോട് തന്നെ ചോദിക്കേ. എന്റെ മോളുടെ ഭാവി നശിപ്പിച്ചിട്ട് വന്ന് നിൽക്കണം വേണ്ടില്ലേ? എന്റെ മോൾക്ക് വരെ കല്യാണം വരെ നിശ്ചയിച്ചിരുന്നതാ. എല്ലാം തകർത്തില്ലേ ദ്രോഹി? ഞങ്ങളിപ്പോ എന്താ ചെയ്യേണ്ടത്? അത് ഞങ്ങൾ പറഞ്ഞു തരണോ? ഇവളെ ഇനി ആരെങ്കിലും കെട്ടാൻ വരുമോ? ഇപ്പൊ ഇവിടെ വെച്ച് ഇവൻ എന്റെ മോളെ കെട്ടണം. അങ്ങനെ ഭീഷണിപ്പെടുത്തി കല്യാണം നടത്താൻ ഇതെന്താ വെള്ളരിക്കാൻ പറ്റുന്നതാണോ? ഒരുമാതിരി ചൊറിയുന്ന വർത്തമാനം പറഞ്ഞാലോ. നീ എന്താ മാത്തച്ചായത്? നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന കാര്യങ്ങൾ തീരുമാനിക്കാം. അത് നടക്കുകയില്ല ഔസേപ്പച്ച. ഇപ്പൊ ഇവനെ വിട്ട പിന്നെ അവന്റെ പൊടി പോലും കാണുകയില്ലെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ കരുതും പോലെ ഇവിടെ ചതിക്കാനൊന്നുമല്ല. മാന്യമായിട്ട് കല്യാണം കഴിക്കാൻ തന്നെ ഉദ്ദേശിക്കുന്നത്. പിന്നെ പ്രശ്നമൊന്നുമില്ല, കെട്ടുകിടക്കട്ടെ. ഇവനല്ല പ്രശ്നം, ഇവന്റെ അച്ഛനാ. അങ്ങേരോട് ഇതേപ്പറ്റി പറയാനുള്ള സാവകാശം കൂടി എനിക്കതാ. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ശരിയാക്കാം. അതങ്ങ് പള്ളി പറഞ്ഞാ മതി. അല്ല, അച്ഛനോട് ചോദിച്ചിട്ടാണോ ഇവൻ എന്റെ മോളെ കറക്കിയെടുത്തത്? അങ്ങേര് സമ്മതിച്ചില്ലെങ്കിൽ എന്റെ മോള് വഴിയാതാരായിക്കോട്ടെ. ഏർപ്പാടുകളൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് രജിസ്റ്റർ ഓഫീസിലേക്ക് പോവാം. ചെറുക്കിന്റെ ഭാഗത്തു നിന്ന് 2 സാക്ഷികൾ കൂടി വേണമെന്നാ സാറ് പറഞ്ഞേ. അതിനല്ലേടാ ഇവരൊക്കെ വന്നിരിക്കുന്നത്. ഇല്ല, പറ്റില്ല മാത്തച്ച. അനന്തന്റെ സമ്മതമില്ലാതെ ഒരിക്കലും ഞാൻ കൂട്ടു നിൽക്കില്ല. മര്യാദയ്ക്ക് അവനെ കെട്ടഴിച്ചു വിടുന്നുണ്ടോ? അതോ അല്ലെങ്കിൽ കൊണ്ടുപോകാൻ ഞങ്ങൾക്കറിയാം. വേണ്ട, കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട. നമുക്ക് രജിസ്റ്റർ ഓഫീസിലേക്ക് തന്നെ പോകാം. ഉണ്ണി, എല്ലാം ആലോചിച്ചിട്ട് തന്നെയാണോടാ നീ പറഞ്ഞത്? കർത്താവേ, നീ തന്നെ രക്ഷിച്ചോണ്ടേ.